നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഒരു പൈൽ റീഡിംഗ് ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മോശം സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറിക്കിട്ടുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരിക്കലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയാത്ത രീതിയിൽ ഒരു മാറ്റം സംഭവിച്ചതായിട്ടും ആ ഒരു മാറ്റം നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം തകർത്തിരിക്കുന്നതായിട്ടുമുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. പലർക്കും സാമ്പത്തിക നഷ്ടമായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ജോലി, ബന്ധങ്ങൾ ഇവയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ അത്തരത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ വളരെയധികം തകർത്ത് കളഞ്ഞ ഒരു കാര്യം പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന്, അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് കടക്കാമെന്ന് ചിന്തിച്ച് നിങ്ങൾ കരഞ്ഞിട്ടുള്ള പല രാത്രികളും ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കാനായിട്ട് വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അവരുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സംരക്ഷിച്ച് നിർത്തുന്ന, നിങ്ങളോടൊപ്പം സത്യസന്ധമായിട്ട് നിൽക്കുന്ന, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. അവരൊരു സ്ത്രീ എനർജിയാണെന്നാണ് കാണുന്നത്. ഒരു അമ്മയ്ക്കുള്ള സ്നേഹവും കരുതലുമാണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നാണ് കാണുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് ഒരുപക്ഷെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലായിരിക്കാം. കാരണം അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിച്ച് നടക്കുന്ന ഒരു ആളല്ല ആ ഒരു വ്യക്തി എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു വ്യക്തിയുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പരിവർത്തന ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് കഴിയുന്നതാണ്. ഇതിന് ശേഷം നിങ്ങൾ കൂടുതൽ ശക്തരായിട്ട് മാറുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു തുടക്കവും വ്യക്തതയുമൊക്കെ കിട്ടുന്നതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വന്ന് ചേർന്ന ആ ഒരു മാറ്റത്തെ നിങ്ങൾ ഉൾക്കൊള്ളുക. ഈ ഒരു മാറ്റം പിന്നീട് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ ബന്ധങ്ങളിൽ വളരെയധികം വേദനയും നിരാശയും നേരിടുന്ന ആളുകളെയാണ് കാണുന്നത്. അതായത് നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന, വിശ്വസിച്ചിരുന്ന ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല അവിടെ നിങ്ങൾക്ക് അവഗണനയും വഞ്ചനയും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവിടെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള, സത്യസന്ധരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. ഈ ഒരു സത്യസന്ധത തന്നെയാണ് ഇത്തരമൊരു നിരാശയും വേദനയും
നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് കാരണമായതും. ഇവിടെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു ചതിയോ വഞ്ചനയോ നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചതായിട്ടുള്ള സ്നേഹവും കരുതലും സംരക്ഷണവും ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. അതേപോലെ തന്നെ ആ ഒരു വ്യക്തി പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നിങ്ങളിൽ നിന്നും അകന്നു പോവാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന, നിങ്ങൾക്ക് വളരെയധികം നിരാശയുണ്ടാവുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. ഇവിടെ നിങ്ങളിൽ പലരും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള സത്യസന്ധരായിട്ടുള്ള ആളുകളെയും അവരുടെ സ്നേഹത്തെയും ഒന്നും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ട്. അവരെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളോടൊപ്പമുള്ള, നിങ്ങളെ മാനസികമായിട്ട് പിന്തുണയ്ക്കുന്ന, നിങ്ങളുടെ ഏതൊരു മോശം സാഹചര്യത്തിലും നിങ്ങൾക്ക് ധൈര്യം തന്ന് നിങ്ങളെ മുന്നോട്ട് പോവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. അവർ വളരെ ശക്തരായിട്ടുള്ള ആളാണ്. മനോബലവും തൻ്റെ ഇടവുമൊക്കെയുള്ള ഒരു ആളാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ തന്നെ ആയിരിക്കാം ആ ഒരു വ്യക്തി ഉള്ളത്. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കാതെ അതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, നിങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇവിടെ ഇത്തരം വേദനകൾ നിങ്ങൾക്ക് വന്ന് ചേർന്നത് നിങ്ങളെ കൂടുതൽ ശക്തരാക്കി മാറ്റാനാണ് എന്ന് തന്നെ വിശ്വസിക്കുക. തെറ്റായ ബന്ധങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി പ്രപഞ്ചം തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കിയത് എന്ന് തന്നെ വിശ്വസിക്കുക. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനൊരു പ്രകാശം വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.